ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ ഈ മാസം മഹാകുംഭമേള നടക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ കുംഭമേളയുടെ വിശേഷങ്ങൾ, ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങളൊക്കെ ഒന്ന് പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കാം. അപ്പോൾ പ്രേക്ഷകർക്ക് മുന്നിൽ സ്വാമി ആനന്ദവനം നേരത്തെ നമ്മൾ പരിചയപ്പെടുത്തിയതാണ്. എങ്കിലും ഇപ്പോൾ വീണ്ടും ഞാൻ ചോദിക്കണം, എന്തൊക്കെയാണ് അവിടുത്തെ അവസാനവട്ട ഒരുക്കങ്ങൾ എന്ന രീതിയിൽ. അപ്പം ഞാൻ ഈ പറയുമ്പോൾ ഇതിൻ്റെ സംഘാടകരിൽ ഒരാൾ കൂടിയാണ്, അതുകൊണ്ട് നമ്മൾ മനസ്സിൽ വെക്കണം. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഒരു സംഘാടനം, എന്താണ് അവിടെ നടക്കുന്ന ഒരുക്കങ്ങൾ? അവിടെ മേള നഗരി ഏതാണ്ട് പൂർണ്ണമായിട്ട് അതിൻ്റെ ഒരുക്കങ്ങളുടെ ഒരു അവസാന ഘട്ടത്തിലാണ് മേള നഗരി നിൽക്കുന്നത്. ഒരു 8000 ഹെക്ടർ സ്ഥലത്ത്, ഏകദേശം 30 ചതുരശ്ര കിലോമീറ്റർ സ്ഥലത്ത്, അത് ഗംഗാതടത്തിലെ മണൽപ്പരപ്പിലാണ്. അതായത് മണൽപ്പരപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മണലല്ല, ഒരു പൂഴിമണ്ണിൻ്റെ സ്വഭാവത്തിലുള്ള ഇതിൽ പല സെക്ടറുകളാക്കി തിരിച്ച്, ഏകദേശം 25ഓളം സെക്ടറുകളാക്കി തിരിച്ച് ഗംഗയ്ക്ക് കുറുകെ, ഗംഗയ്ക്കും യമുനയ്ക്കും, അവിടെ ഗംഗയും യമുനയും സംഗമിക്കുകയാണ്. അദൃശ്യമായിട്ട് സരസ്വതി നദിയും, അങ്ങനെ ത്രിവേണി സംഗമം, അത് കഴിഞ്ഞാൽ ഗംഗയായി ഒഴുകുന്നു. അപ്പോൾ ഈ ഗംഗ, യമുന, പിന്നെ ഒരുമിച്ച് ഒഴുകുന്ന ഗംഗ, ഈ 3 നദികളുടെ കരയിലുള്ള 8000 ഹെക്ടറോളം വരുന്ന മണൽപ്പരപ്പിൽ, അത് വെള്ളം വരുന്ന സമയത്ത് മുങ്ങിപ്പോകുന്ന സ്ഥലമാണ്. നമ്മളിപ്പോൾ നമ്മുടെ ടെൻറ്റുകളൊക്കെയുള്ള ലൊക്കേഷൻ, പല ടെൻറ്റുകളുടെയും ലൊക്കേഷനൊക്കെ ഗൂഗിൾ മാപ്പിൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗംഗയിലാണ് നമ്മൾ ഗൂഗിളിൽ കാണുക, ഗംഗയുടെ ഉള്ളിലാണ്. അപ്പോൾ അവിടെ നമ്മൾ കാണാം, നമ്മൾ പോകുന്ന സമയത്ത് കാണാം വലിയ ഇലക്ട്രിക് ടവറുകളൊക്കെ. ആ ടവറിൻ്റെ ബേസ്മെൻറ്റ് നമ്മുടെ ഈ ടെൻറ്റുകളുടെയൊക്കെ മുകളിലാണ് നിൽക്കുക. അത്രയും വെള്ളം ഒഴുകുന്ന സ്ഥലത്താണ് ഈ കുംഭമേള നഗരി ഉണ്ടാക്കുന്നത്. അവിടെ 3 ലക്ഷത്തോളം ആശ്രമങ്ങളുടെ ടെൻറ്റുകളാണുള്ളത്. അതിൻ്റെ 2 ഇരട്ടിയിൽ കൂടുതൽ സ്ഥലം തുറസ്സായിട്ട് ഇട്ടിട്ടുണ്ട്, കാരണം വലിയ ക്രൗഡ് വരുന്ന സമയത്ത് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ടെൻറ്റുകളിലേക്ക് വേണ്ടിയിട്ട് 3 ലക്ഷം ടെൻറ്റുകളിലേക്ക് അതിനനുസരിച്ചിട്ടുള്ള ഇലക്ട്രിക് കണക്ഷൻ, വാട്ടർ കണക്ഷൻ, സാനിറ്റേഷൻ സൗകര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം 1500ഓളം കിലോമീറ്റർ റോഡ് ഈ മൺപരപ്പിൽ തന്നെ വലിയ ഇരുമ്പ് പാളങ്ങൾ നിരത്തിയിട്ട് സജ്ജീകരിച്ചിട്ടുണ്ട്. വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന വലിയ ഇരുമ്പ് ഡോമുകളിൽ റെയിൽ നിരത്തിയിട്ട് ഒരു 30ഓളം പാലങ്ങൾ, താൽക്കാലികമായിട്ടുള്ള പാലങ്ങൾ, അത് അത്യാവശ്യം ലോറിയൊക്കെ പോകുന്ന തരത്തിലുള്ള ഭാരം താങ്ങുന്ന പാലങ്ങളാണ്. പക്ഷേ അതിനൊന്നും കടത്തിവിടില്ല, വാഹനങ്ങളൊന്നും കടത്തിവിടില്ല. സമയത്ത് ബാറ്ററി ഓട്ടോകൾ മാത്രമാണ് അധികവും മേള നഗരിയിൽ ആ സമയത്ത് ഓടുക. പ്രത്യേക പാസ്സുള്ള ആശ്രമങ്ങളുടെയൊക്കെ വണ്ടികൾ ഒഴിച്ച് ബാക്കിയെല്ലാം ഓടുക ഈ ബാറ്ററി ഓട്ടോകൾ മാത്രമായിരിക്കും. അപ്പോൾ അത്രയും സൗകര്യങ്ങളാണ് അവിടെ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും മേള അതോറിറ്റി ഒരു ഭാഗത്ത്, അത് സർക്കാരിൻ്റെ ഔദ്യോഗിക സംവിധാനമാണ്. സെക്രട്ടറി റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ മേളാധികാരി എന്നുള്ള നിലയിൽ വരുന്ന സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഒരു രീതിയിലുള്ള മേള അതോറിറ്റിയുടെ ആണ് ഔദ്യോഗികമായ ഒരുക്കങ്ങളൊക്കെ. അല്ലാതെ മേളയുടെ ഒരു ചടങ്ങ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അഖില ഭാരതീയ അഖാഡ പരിഷത്ത് എന്ന് പറയുന്ന 13 അഖാഡകളിൽ ചേർന്ന ഒരു സമിതി, ആ സമിതിയാണ് അതിന് മേൽനോട്ടം വഹിക്കുന്നത്. ഓരോ അഖാഡകളും പ്രത്യേകമായിട്ട് മേൽനോട്ടം വഹിക്കും. അതിൽ കുംഭമേളയിൽ ആദ്യത്തെ സ്നാനം ചെയ്യുന്നത്, അതിന് ആദ്യത്തെ സ്ഥലം അനുവദിക്കുന്നത്, അതെല്ലാം നമ്മുടെ അഖാഡയായിട്ടുള്ള ഏറ്റവും പഴയതും ഏറ്റവും വലുതുമായിട്ടുള്ള ശ്രീ ജൂന അഖാഡയ്ക്കാണ്. അപ്പോൾ അഖാഡ ഈ ഷഹി സ്നാൻ എന്ന് പറയുന്ന 5 ദിവസങ്ങളുണ്ട്, രാജകീയ സ്നാനം എന്ന് പറയും. അപ്പോൾ ആ രാജകീയ സ്നാന ദിവസങ്ങളിൽ അഖാഡകളാണ്, ആ ത്രിവേണി സംഗമത്തിൽ അഖാഡകൾ മാത്രമാണ് സ്നാനം ചെയ്യുക. അങ്ങനെയാണ് അവിടുത്തെ ക്രമീകരണങ്ങൾ നടക്കുന്നത്. മറ്റുള്ള കടവുകൾ, ഗംഗയുടെയും യമുനയുടെയും തീരത്തൊക്കെയുള്ള മറ്റുള്ള കടവുകളിൽ സാധാരണ വിശ്വാസികൾക്ക് വേണ്ടിയിട്ടുള്ള സ്നാനത്തിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കും. വലിയ ക്യൂകളായിരിക്കും. ആ ക്യൂകൾ ഈ ഒരു 4 ദിവസം, അതായത് ഷഹി സ്നാന ദിവസത്തിൻ്റെ തൊട്ട് തലേ ദിവസം, പിന്നീടുള്ള 2 ദിവസം. അപ്പോൾ 29-ന് ഒരു ഷഹി സ്നാനുണ്ട്, മൗനി അമാവാസി എന്ന് പറയുന്നത്. ആ മൗനി അമാവാസി സ്നാനിൻ്റെ തലേ ദിവസം 28-ന്, 29-ന്, 30-ന്, 31-ന്, ഇങ്ങനെയുള്ള 4 ദിവസം, ഈ 5 സ്നാന ദിവസങ്ങളുടെയും ഈ 4 ദിവസങ്ങൾ വളരെയേറെ തിരക്കായിരിക്കും അവിടെ. കാരണം തലേ ദിവസം എന്ന് പറയുന്നത് എല്ലാവരും വന്നു ചേരുന്ന ഒരു സംവിധാനമായിരിക്കും. പല സമയത്തായിട്ട് വന്ന എല്ലാവരും സ്നാനം കഴിഞ്ഞ് തിരിച്ചു പോകുന്നതിൻ്റെ തിരക്കായിരിക്കും പിന്നീടുള്ള 2 ദിവസങ്ങൾ. അപ്പോൾ ആ സമയത്ത് മറ്റുള്ള വാഹനങ്ങളൊന്നും അവിടെ ഓടില്ല. ഒരു 10-30 കിലോമീറ്റർ വരെ ഒരാൾക്ക് നടക്കേണ്ടി വന്നേക്കാം. മേള നഗരിയിൽ തന്നെ 10 കിലോമീറ്റർ 12 കിലോമീറ്റർ നടക്കേണ്ടി വന്നേക്കാം. പിന്നെ പുറത്ത് പോവുകയാണെങ്കിലും കിലോമീറ്ററുകളോളം റോഡ് ബ്ലോക്കും വാഹനങ്ങൾ കടത്തിവിടാതിരിക്കുകയും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ ആ 4 ദിവസങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ പ്രത്യേക സംവിധാനം, സാധാരണ ആളുകൾക്ക് കുളിക്കാൻ വേണ്ടിയിട്ട് നിരവധി കടവുകൾ, ഏകദേശം ഒരു 100ഓളം കടവുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിന് പ്രത്യേക വഴികളും കാര്യങ്ങളുമൊക്കെ. അല്ലാത്ത ദിവസങ്ങളിൽ ആ വലിയ വന്നു ചേരുന്ന ക്രൗഡിനെ സാധാരണഗതിയിൽ മാനേജ് ചെയ്തു പോകാവുന്ന തരത്തിലുള്ള എല്ലാ സംവിധാനങ്ങളും അവിടെ ഒരുക്കിയിട്ടുണ്ട്. പബ്ലിക് ടോയ്ലറ്റുകൾ, 1000കണക്കിന് പബ്ലിക് ടോയ്ലറ്റുകൾ,
നേരത്തെ പറഞ്ഞു ഒരു 1000 കിലോമീറ്ററോളം റോഡ്, ആ റോഡിൽ മുഴുവൻ CCTV ക്യാമറ സംവിധാനങ്ങൾ, സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് മുഴുവൻ സ്ഥലത്തും 24/7 ഡ്രോൺ സർവൈലൻസ്, പിന്നെ എന്തെങ്കിലും തരത്തിൽ പുഴയിൽ ഒഴുക്കിപ്പെടുകയൊക്കെ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ അതിന് വേണ്ടിയിട്ടുള്ള മുങ്ങൽ വിദഗ്ധരും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൂടാതെ ഇത്തവണ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന പുതിയൊരു സംവിധാനമാണ് ഒരു റോബോട്ട് നിയന്ത്രിത റെസ്ക്യൂ സംവിധാനം. അതായത് നമ്മൾ ഈ ടയർ ട്യൂബിൽ പിടിച്ച് കിടക്കുന്നത് പോലെ ഒരു സംവിധാനമാണ്. അത് കരയിൽ നിന്നുകൊണ്ട് ഉദ്യോഗസ്ഥന്മാർക്ക് ബാറ്ററിയിൽ ഓപ്പറേറ്റ് ചെയ്യാം. നമ്മളൊന്ന് മുങ്ങിത്താന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ 4 ഭാഗത്തു നിന്നും ഇത് പാഞ്ഞു വരും ആൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് രക്ഷിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് സംവിധാനങ്ങൾ. പിന്നെ ഒരു ആപ്പ് മേള അതോറിറ്റി പുറത്തിറക്കിയിട്ടുണ്ട്, മഹാകുംഭമേള 2005 എന്ന് പറഞ്ഞിട്ട് 2025 എന്ന് പറഞ്ഞിട്ട്. അതിൽ SOS ഫെസിലിറ്റി ഉണ്ട്. അപ്പോൾ ആ ബട്ടൺ ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ 10 മിനിറ്റിനുള്ളിൽ നമ്മൾ നിൽക്കുന്ന സ്പോട്ടിലേക്ക് സഹായം വരും എന്നുള്ള രീതിയിലാണ്. ഒരുപാട് മൊബൈൽ ടവറുകൾ ധാരാളം അവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലും സുരക്ഷിതവും ശുചിത്വമുള്ളതുമായിട്ടുള്ള ഒരു കുംഭമേളയ്ക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളാണ് അവിടെ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വിവിധ സ്റ്റേറ്റുകളിൽ നിന്ന് വരുന്നവരുണ്ടല്ലോ, അപ്പോൾ ഭാഷ ഒരു പ്രശ്നമില്ല, അതിനെ എങ്ങനെ മാനേജ് ചെയ്യുക? എല്ലാ ഭാഷയിലും നമ്മൾ മലയാളത്തിലടക്കം സഹായ കേന്ദ്രങ്ങളിൽ അനൗൺസ്മെൻറ്റും മറ്റുള്ള കാര്യങ്ങളും നടത്താൻ വേണ്ടിയിട്ടുള്ള സംവിധാനം മേള അതോറിറ്റി തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അനൗൺസ്മെൻ്റ് ആണെങ്കിലും അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും പ്രധാന സ്ഥലങ്ങളിലൊക്കെ വിവിധ ഭാഷകളിലുള്ള ഇൻ്റർനെറ്റ് സഹായത്തോടെ വിവിധ ഭാഷകളിലുള്ള ഇൻഫർമേഷൻസ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രധാനമായിട്ടും അവിടെ ഉപയോഗിക്കുന്ന ഭാഷ എല്ലാ സ്റ്റേറ്റിലും, നോർത്തിലെ എല്ലാ സ്റ്റേറ്റുകളിലും ഹിന്ദി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ലാംഗ്വേജാണ്. അപ്പോൾ ഹിന്ദിയാണ് അവിടെ പ്രധാനമായിട്ടും ഉപയോഗിക്കുക. പക്ഷേ അത് തീരെ ഹിന്ദി അറിയാത്ത ആളുകൾക്ക് ഇത്തരത്തിലുള്ള സഹായ സംവിധാനങ്ങളും അവിടെയുണ്ട്. അപ്പോൾ ഈ സ്വാമിയുടെ അഖാഡയെക്കുറിച്ച് അതും കൂടെ ഒന്ന് വിശദീകരിക്കാം. ഏറ്റവും പുരാതനമായ അഖാഡകളിലൊന്നല്ലേ? അതെ, അത് ശങ്കരാചാര്യ സ്വാമികളുടെ ശങ്കര ദശനാമി പരമ്പരയിൽപ്പെട്ട അഖാഡയാണ് ജൂന അഖാഡ. 13 അഖാഡകളാണ്. അതിൽ 7 അഖാഡ ദശനാമി പരമ്പരയിൽപ്പെട്ടതാണ്. 3 അഖാഡ വൈഷ്ണവ സമ്പ്രദായത്തിൽ വൈരാഗികൾ എന്ന് പറയും. 3 അഖാഡ ഉദാസീനുകൾ, സിഖ് ട്രഡീഷൻ്റെ ഒരു പശ്ചാത്തലമുള്ള അഖാഡകളാണ്. അപ്പോൾ അതിൽ ശങ്കരാചാര്യ സ്വാമികൾ ഉത്തരകാശിയിൽ വെച്ചിട്ട് ദീക്ഷ നൽകിയിട്ടാണ് അഖാഡകളെ സ്ഥാപിക്കുന്നതെന്നാണ് നമ്മളുടെ ഐതിഹ്യം. അത് നമ്മൾ പറയുക, ഒരു കയ്യിൽ മാലയും ഒരു കയ്യിൽ ഭാലയും എന്നാണ്. ഭാല നമ്മുടെ ദേവതയുമാണ്, ദേവത ഇരിക്കുന്ന ആയുധമാണ്. അപ്പോൾ നമ്മൾ മേള നഗരിയിൽ ഞങ്ങളുടെ ആസ്ഥാനമായിട്ടുള്ള വാരണാസിയിൽ നിന്ന്, ജൂനാഘാട് എന്നുള്ള ആസ്ഥാനമായിട്ടുള്ള വാരണാസിയിൽ നിന്ന് ഈ ഭാല പ്രത്യേക ഘോഷയാത്രയായി മേള നഗരിയിലേക്ക് കൊണ്ടുവരികയും അത് മേള പ്രവേശനത്തിന്, ഇപ്പോൾ കഴിഞ്ഞ ഡിസംബർ 14 ദത്താത്രേയ ജയന്തിക്കായിരുന്നു ഞങ്ങളുടെ ക്ഷേത്രപ്രവേശനം. ആ ക്ഷേത്രപ്രവേശനത്തിന് ഈ ബാല ധർമ്മജ്യോതിൻ്റെ കീഴിൽ സ്ഥാപിക്കുകയും ചെയ്യും. അതാണ് ഞങ്ങളുടെ ദേവത. അപ്പോൾ ആ ഭാലയും ഒരു കയ്യിൽ മാലയും ഒരു കയ്യിൽ ഭാലയുമായി ധർമ്മസംരക്ഷണത്തിന് വേണ്ടി പോരാടേണ്ട സമയത്ത് ഈ ആയുധവും, അല്ലാത്ത സമയത്ത് ജപധ്യാനങ്ങളിൽ മുഴുകാൻ വേണ്ടിയിട്ട് മാലയും. അങ്ങനെയാണ് അഖാഡകളുടെ ഒരു സ്ഥാപനം. ഇപ്പോൾ ഈ മേളയുടെ ഒരു കോൺസെപ്റ്റ് അത് സിമ്പിളായിട്ടൊന്ന് പറഞ്ഞാൽ ഏറ്റവും ചുരുക്കി എങ്ങനെ പറയാം? എന്താണ് ഉദ്ദേശിക്കുന്നത്? മേളയുടെ ഐതിഹ്യം, ദേവാസുര യുദ്ധകാലത്ത് അമൃത് അസുരന്മാരുടെ കയ്യിൽ പെടാതിരിക്കാൻ വേണ്ടി ഗരുഡൻ അമൃതുമായി പറന്ന് നടക്കുകയും ഗരുഡൻ്റെ ക്ഷീണം വന്ന സമയത്ത് അസുരന്മാർക്ക് പ്രവേശിക്കാൻ പറ്റാത്ത തീർത്ഥത്തിൽ ഈ കുംഭം സ്ഥാപിച്ചു. അപ്പോൾ അത് 12 വർഷം കൂടുമ്പോൾ ദേവാസുര യുദ്ധം 12 ദിവസമായിരുന്നു. അപ്പോൾ ദേവന്മാരുടെ ഒരു ദിവസം, മനുഷ്യരുടെ ഒരു വർഷമാണ്. ഈ 12 വർഷം കൂടുമ്പോൾ ഈ തീർത്ഥങ്ങളിൽ അമൃതിൻ്റെ സാന്നിധ്യം ഉണ്ടാവും. അപ്പോൾ ആ അമൃത സാന്നിധ്യത്തിൽ സ്നാനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ ദേവന്മാരും യക്ഷകിന്നരഗന്ധർവാദികളും സപ്തർഷികളും ഒക്കെ വന്നു ചേരുന്നതാണ് ഐതിഹ്യം. അപ്പോൾ അതിൻ്റെ കൂടെ ഭാരതത്തിലെ മുഴുവൻ പരമ്പരയിലും പെട്ട സന്യാസിമാർ, വൈഷ്ണവർ, ശൈവർ, ദിഗംബരന്മാർ, ദണ്ഡി സ്വാമികൾ, ദണ്ട് കൊണ്ട് കിടക്കുന്ന ദണ്ഡിവാട എന്ന് പറയും, അങ്ങനെ എല്ലാ പരമ്പരയിലും പെട്ട സാധുക്കൾ, സാധുസന്ത് മഹാത്മാക്കൾ എല്ലാവരും അവിടെ വന്നു ചേരും. ഏകദേശം 60 ലക്ഷത്തോളം സന്യാസിമാരാണ് എല്ലാ പരമ്പരയിലും ചേർന്നിട്ട് അവിടെ വരുന്നു എന്നുള്ളതാണ് കണക്ക്. ഏകദേശം 40 കോടിയോളം ആളുകളും. അപ്പോൾ അവരെല്ലാവരും കുംഭമേള സ്നാനത്തിന് വരുന്നു. സന്യാസിമാരുടെ കൂടെ സ്നാനം ചെയ്യാൻ വരുന്നു. സന്യാസിമാർക്ക് സേവ ചെയ്യാൻ, സത്സംഗം ചെയ്യാൻ വരുന്നു. ആ മേളയിൽ 3 ലക്ഷത്തോളം ആശ്രമങ്ങൾ ടെൻറ്റ് കെട്ടി 2 മാസം താമസിക്കുന്നു. അവരുടെ ഓരോ ആശ്രമങ്ങളിലും നിരവധി ആധ്യാത്മിക പരിപാടികൾ, ക്ലാസ്സുകൾ, പ്രഭാഷണങ്ങൾ, യോഗ, അങ്ങനെയുള്ള ഇതുകൾ, യാഗയജ്ഞങ്ങൾ, ഭജനകൾ, കലാരൂപങ്ങൾ, ഇതൊക്കെ ഉണ്ടാവും. ഇതിനുള്ളിൽ തന്നെയാണ് ഇതെല്ലാം ഈ മേള നഗരിക്കകത്ത്. അതായത് ഒറ്റ സമയത്ത്
100,000 പരിപാടികൾ അവിടെ നടക്കും ഒരു സമയത്തല്ലേ. നമ്മുടെ ഏറ്റവും വലിയ കേരളത്തിലൊക്കെ ഏറ്റവും വലിയൊരു ചിന്ത തൃശ്ശൂർ പൂരമാണ് വലിയ ഇതെന്ന് പറയുമ്പോൾ അതൊരു 30,00,000 തൃശ്ശൂർ പൂരം നടക്കുന്നു നമ്മൾ ഒരുമിച്ച് നടക്കുന്നു എന്ന് ഇമാജിൻ ചെയ്താൽ മതി. അതിൽ വേറൊരു തമാശ, നമ്മളിവിടെ ഒരു തൃശ്ശൂർ പൂരം നടത്തുന്ന ഒരു ശബരിമലയിലെ തീർത്ഥാടനത്തിന്റെ കാലത്ത് ഇവിടെ സർക്കാരും പോലീസും എല്ലാവരും ചേർന്നിട്ട് വലിയ കഷ്ടപ്പെടുകയാണ്. ഇതെന്ത് ചെയ്യും, എങ്ങനെ ചെയ്യും, കോർഡിനേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത്. ഇത്രയും വലിയൊരു മഹാമേള, അതായത് കേരളത്തിൻ്റെ ജനസംഖ്യയേക്കാൾ കൂടുതൽ ആളുകൾ ഒരു ദിവസം ഈ രാജകീയ സ്നാന ദിവസങ്ങളിൽ അവിടെ വരുന്നുണ്ട്. അത്രയും പേരെ എത്ര മനോഹരമായി ആ സർക്കാർ അത് മാനേജ് ചെയ്യുന്നു എന്നുള്ളത് കണ്ടുപഠിക്കേണ്ടതാണ്. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ വരുമാനമാണ്, കൂടുതൽ ആളുകൾ വരുന്നു. സർക്കാരിന് ഒരു 5,000-6,000 കോടി രൂപ സർക്കാർ ഇൻവെസ്റ്റ് ചെയ്യുന്നു. സർക്കാരിന് ഡയറക്റ്റ് വരുമാനം തന്നെ 30 കോടിയോളം രൂപയാണ്. ഇൻഡയറക്റ്റ് വരുമാനമായിട്ട് ഇത്തവണ കാൽക്കുലേറ്റ് ചെയ്യുന്നത് 1,00,000 കോടിക്ക് മുകളിലാണ് സർക്കാരിൻ്റെ. ഒരാൾ പെർ ക്യാപിറ്റൽ ഒരാൾ അവിടെ 8,000 രൂപ പെർ ഡേ ചിലവഴിക്കുന്നതാണ് കണക്കാക്കുന്നത്. അങ്ങനെയാണല്ലേ? അപ്പോൾ ഇത് മുഴുവൻ സർക്കാരിൻ്റെ ടാക്സായി, അവിടെ ഉണ്ടാകുന്ന തൊഴിലുകളായി, ഇങ്ങനെയുള്ള നിരവധി തരങ്ങളിലൂടെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള വരുമാനം വരുന്നു. ഡയറക്റ്റായിട്ട് തന്നെ ഇപ്പോൾ ഈ ആശ്രമങ്ങൾക്ക് അനുവദിക്കുന്ന സ്ഥലം കൂടാതെ കണ്ട് ലേലം ചെയ്ത് കൊടുക്കും സ്ഥലം, മറ്റുള്ള സൗകര്യങ്ങൾ, ഇതിനൊക്കെയുള്ള ഫീസുകൾ, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ ഡയറക്റ്റായിട്ട് തന്നെ ഏകദേശം 30 കോടിയോളം രൂപ 30 കോടിയോളം രൂപ ഇവർക്ക് തിരിച്ച് വരുന്നുണ്ട്. അങ്ങനെ ഉള്ള ഒരു രീതിയിലാണ് അവിടെ മേള മാനേജ് ചെയ്യുന്നത്. അപ്പോൾ എത്ര ഭംഗിയായി കാര്യം നടക്കുന്നോ അത്രയും വരുമാനം സർക്കാരിന് ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്ന സമയത്താണ് നമ്മൾ ഇവിടെ ഈ ഒരു ചെറിയ തൃശ്ശൂർ പൂരത്തിൻ്റെയും ഒരു ശബരിമല യാത്രയുടെയും ഒക്കെ പേരിൽ ആളുകളെ കുറയ്ക്കാനും അതിൻ്റെ, അതായത് സർക്കാർ സംവിധാനത്തിന് കൂടുതൽ എളുപ്പത്തിൽ കാര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് ഈ ഇവിടെ കാര്യങ്ങൾ ചെറുതാക്കുകയാണ് ചെയ്യുക. അവിടെ ആളുകൾക്ക് കൂടുതൽ വരാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കഴിഞ്ഞ കുംഭമേളയിൽ 20 കോടിയോളം ആളുകൾ പങ്കെടുത്ത കണക്കിൽ ഇത്തവണ ഇരട്ടി ആളുകൾ വരാൻ വേണ്ടിയിട്ടുള്ള 40 കോടി വരട്ടെ എന്ന് പറഞ്ഞിട്ടാണ് അവിടെ സംവിധാനങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഇത് മുഴുവൻ ഒരു മഴ കയറുന്ന മുങ്ങിക്കെടുക്കുന്ന സ്ഥലത്താണ് ഈ നഗരി മുഴുവൻ ഉണ്ടാക്കുന്നത് 2 മാസത്തേക്ക് വേണ്ടി താൽക്കാലികമായിട്ട്. അപ്പം അത്രയും സജ്ജീകരണങ്ങൾ ഒരുക്കുന്നത് ഇതിൻ്റെ ഒരു ഇതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഈ കണ്ടുപിടുത്തത്തിൽ ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകാതെ ഇത് കൃത്യമായിട്ട് കൊണ്ടുപോകാൻ പറ്റും. വളരെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ കൊണ്ടുപോകാൻ പറ്റും ശാസ്ത്രീയമായിട്ട്. വളരെ ഭംഗിയായിട്ട്, അതായത് ഭക്ഷണം അല്ലെങ്കിൽ താമസം ഇതൊക്കെ അവിടെ ഭംഗിയായിട്ട് നടക്കും. അപ്പോൾ എന്തായാലും എന്നാണ് ആരംഭിക്കുന്നത്, എന്ന് വരെയാണ് നീണ്ടു നിൽക്കുന്ന ആ കാര്യം കൂടെ ഒന്ന് പറഞ്ഞു. അതായത് മേള എന്ന് തുടങ്ങി എന്ന് അവസാനിക്കുന്നു ചോദിച്ചാൽ ജനുവരി 10 തുടങ്ങി ഫെബ്രുവരി 27 വരെ എന്നാണ്. അപ്പോൾ 10 സന്യാസിമാരുടേതായിട്ടുള്ള ചടങ്ങുകളാണ് ആരംഭിക്കുക. ആ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം മേള തുടങ്ങുന്നത് മകരസംക്രാന്തിക്കാണ്, ജനുവരി 14-നാണ്. 14-ന് അതിന് തൊട്ടുമ്പോൾ 13-നും പൗർണമിയാണ്. പൗർണമി വിശേഷമായി കരുതുന്ന ആളുകളുടെ സ്നാനമുണ്ട്. മകരസംക്രാന്തിക്കാണ് ആദ്യത്തെ രാജകീയ സ്നാനം. അന്ന് തൊട്ടാണ് മേള തുടങ്ങുന്നത്. അപ്പോൾ എന്തായാലും ഫെബ്രുവരി 26-ന് ശിവരാത്രിക്ക് മേള സമാപിക്കും അല്ലേ? എന്തായാലും ലോകത്ത് തന്നെ അത്ഭുതമായിരിക്കും ഈ മഹാകുംഭമേള. ആ കുംഭമേളയുടെ വിശേഷങ്ങൾ, അവസാനമായിട്ട് ഒരുക്കങ്ങളുടെ കാര്യങ്ങളാണ് പറയുന്നത്. സ്വാമി ഇനി എന്നാ അങ്ങോട്ടേക്ക് പോകുന്നത് അതുകൂടെ പറഞ്ഞ് നമുക്ക് നിർത്താം. 2 ദിവസത്തിനുള്ളിൽ തന്നെ പോകും. 2 ദിവസത്തിനുള്ളിൽ മഹാകുംഭമേളയുടെ ഒരു സംഘാടനമായിട്ട് അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ഇനിയും അടുത്ത എപ്പിസോഡുകളിലൊക്കെ എന്താണ് ഒരു കുംഭമേളയ്ക്ക് പോകുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, നമുക്ക് എങ്ങനെ അവിടെ എത്തിച്ചേരാം, അതൊക്കെ അടുത്ത എപ്പിസോഡിൽ നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.